ഒരുപാടുണ്ടല്ലോ. കൂട്ടത്തിൽ കല്യാണ ആവശ്യത്തിനുള്ള തുണികളും മറ്റും അങ്ങ് വാങ്ങി. കാഴ്ചക്ക് ഒരു 10 പവൻ തോന്നിക്കില്ലേ? വേറും റോൾഡ് ഗോൾഡ്, വില 85 രൂപ. പിന്നെ വാച്ച് നല്ല ഒരെണ്ണം തന്നെ അങ്ങ് വാങ്ങിച്ചു. ദുബായ്ക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരും. അവർക്കെന്തുണ്ട്? അവർക്ക് കൊടുക്കാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. മിഠായിയോ? നീ പോയി കല്ലിങ് എടുത്തോണ്ട്. കല്ലോ? ആ എളുപ്പമായിട്ട് ഒരു നമ്പറുണ്ട്. ചെല്ലി ചെന്നാട്ടെ. അച്യുതാ, എനിക്ക് തരാനുള്ള 500 രൂപ എന്നാ ഞാനങ്ങ് പോയേനെയായിരുന്നു. മാഷെ തിരക്ക് കൂട്ടാതെ. ഇനിയിപ്പോ ടാക്സിക്ക് കൊടുക്കണം. കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ രൂപ എത്ര വേണം? തൽക്കാലം എത്ര ഇരിക്കട്ടെ. വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അല്ല, ഇത്രയെങ്കിലും കോയ വാങ്ങണം. കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ബാക്കി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ആ പതുക്കെ പതുക്കെ. ഒന്നിങ്ങി വന്നേ. ഞാനിതങ്ങ് അകത്ത് കൊണ്ടുപോവാ. ആയിക്കോലുണ്ട്. പതുക്കെ. അതായത് ഇതിനകത്താണ് കല്ല്, അതായത് TV. മനസ്സിലായല്ലോ? ഇതിനകത്ത് വെറും വൈക്കോല്. രണ്ടുകൂടെ മാറിപ്പോരും. മാറിപ്പോയാലുള്ള പ്രശ്നം അറിയാമല്ലോ. രണ്ടുപേർ ഓർമ്മ ഉണ്ടല്ലോ. ഇനി ഒരു വേഷം കൂടി കോയ കെട്ടേണ്ടി വരും. നിങ്ങളെപ്പോഴാ സിനിമ പിടിക്കുക? പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. അമ്മാവന്റെ മുന്നിൽ കോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരൻ്റെതാണ്. എനിക്കൊരു കല്യാണാലോചന. പണക്കാരൻ ആയിക്കോട്ടെ. ജീവിതത്തിലാകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാം. അതെ, നമുക്കിതൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം. ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരായിരുന്നു. ഇതിപ്പോ തിരുവനന്തപുരത്താണോ, എറണാകുളത്താണോ, തൃശ്ശൂർ എയർപോർട്ടിലാണോ, ആർക്കറിയാം. തൃശ്ശൂരിൽ എയർപോർട്ടില്ല, ചാലക്കുടിയിലേ ഉള്ളൂ. ആരെ കാണാനാടാ വെച്ചോണ്ട് വെക്കണേ? പോടാ. അല്ല, അച്ഛൻ ഇന്ന് തന്നെ വരുമെന്നല്ലേ കത്തിലുള്ള? വന്നിട്ട് വല്ല അത്യാവശ്യം വല്ലതും ഉണ്ടോ? അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ ഇവിടെ പല വീട്ടിൽ പോടാ. അച്ഛൻ ഒന്ന് വീട്ടിൽ പോകുന്നുണ്ടാ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. എന്തൊരാളുകളാ ഭഗവാനാ ഇത്. ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു കേട്ടാ ഉടനെ കാത്തു കെട്ടി കിടന്നോളും. നാണമില്ലല്ലോ ഈശ്വര. ദുബായിൽ നിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനും പറ്റി കൂടിയത്. എന്താ അല്ല, ഇവിടെ പറഞ്ഞ അപ്പോഴേ അച്യുതൻ വന്നാൽ അങ്ങ് വീട്ടിൽ വരുമല്ലോ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ പാർവതി നീ പറയണത്? ആയിരക്കണക്കിന് മൈൽ അകലെന്നാ അവൻ വരണത്. അവൻ വരുമ്പോ നമ്മളാരും ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ അവനെന്താ വിചാരിക്കുക? ഏടേ വിശ്വ, ഈ അച്യുതൻ എത്ര നാളത്തെ ലീവ് ഉണ്ടേ? അത് പിന്നെ അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട്. നീ വീട്ടിൽ പോടാ. അങ്ങോട്ട് വീട്ടിലോട്ട് വരുമല്ലോ. പോട്ടടേ. അല്ല, എവിടെ ചെന്നാലും എനിക്കിട്ടൊരു വേല. എല്ലാവർക്കും കാണാം. എണ്ണായിരം രൂപ അമ്മാവും കൊടുത്തു മോനെ. ഞാൻ അറിഞ്ഞു. പെട്ടിക്കെടുത്തോ. സാരമല്ല, വേറെ ഉണ്ട്. അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മായി നന്ദിനി എല്ലാരും ഉണ്ടല്ലോ. കൊണ്ടുവരൂ. അകത്തേക്ക് പെട്ടികളൊക്കെ അകത്തേക്ക് പോട്ടെ. അല്ല, ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ച വേണ്ട, ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചോളൂ. അല്ല മാവ, എന്നെ കാണാമെന്ന് ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ? സൂക്ഷിച്ചിറക്കണേ. ഞാനൊന്ന് പോട്ടെ സാറേ. കാറിന്റെ വാടക 1000 രൂപ കിട്ടിയില്ലേ? കിട്ടി. 1000 രൂപയോ? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ? 100-300 രൂപ കൂടുതല. ചെല്ലു. കാശുള്ളപ്പോ നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ? എന്താ മാറി നിന്ന് പറഞ്ഞത്? എന്നെ മറന്നോ? അച്യുതൻ വലിയ ആളായി പോയില്ലേ? ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞത് എന്നെ ഭാഗ്യം. ഞാൻ വലിയ പണക്കാരനെന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ? അല്ല മാവ, ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. പിടിപെടാ. നീ അങ്ങ് വളർന്നു പോയില്ലടി വെച്ചേ. അച്ചൂട്ടിന് കുടിക്കാൻ കാപ്പിയോ ചായയോ? എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് മോര് മതി. കണ്ടോ ശങ്കര, പഴയതൊന്നും മറന്നിട്ടില്ല.
ഒരു മതിന്ന്. അച്ഛതന്റെ സംസാരത്തിന് പോലും ഒരു മാറ്റവും ഇല്ല. പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ? അല്ലേ അമ്മേ? അമ്മാവ, ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ. എന്താ? ഓരോ റിസ്റ്റ് വാച്ചേ. നിന്റെ നിലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു അച്ഛതാ. കൊടുക്കുന്നേ കൊടുക്കട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹമില്ലേ? ദയവ് ചെയ്ത് വീട്ടിൽ പോടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഇയാള് ശരിയാവില്ല. കൂട്ടുകാരെ, പവിത്ര, വിശ്വ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാ, നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പൊ പൊക്കോളൂ. ബൈ. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോ. താങ്ങോട്ട് പണം. ഇവിടക്ക് നിൽക്കണോ? അമ്മാവന് മേടിച്ചതൊക്കെ എയർപോർട്ടിൽ കിടക്കുക. ക്ലിയറൻസ് കഴിഞ്ഞു. എനിക്കൊന്നും വേണ്ട അച്ഛതാ, നീ വന്നല്ലോ, അത് തന്നെ ധാരാളം. അതെടുക്കും. ഇങ്ങനെ മാറിക്കടോ. ഇത് കിട്ടുവാടോ. അതെടുക്കും. അത് കളർ ഭാരം കൂടുതലാണ്. പിടിക്കും. സൂക്ഷിച്ചു. ഇത് പിടിക്കൂ. ഇത് പിടിച്ചോ മോനെ. അങ്ങോട്ട് അങ്ങോട്ട്. തല ചീത്ത പ്ലീസ്. നടക്കും. ഭയങ്കര ക്ഷീണം. സൂക്ഷിച്ച്. പാർവതി, എന്തോ? ഞാൻ ഇറങ്ങുന്നു. ആ, മിസ്റ്റർ തങ്കപ്പൻ നായർ. അതെ. Thank you. I am a Menon, and MK Menon coming from Kottayam, car, talking Achyutan marriage problem. അച്യുതൻ? Yes, Achyutan. Come on, sit and talking. Come on. മനസ്സിലായില്ല. Understanding English difficulty? നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. You English not okay. സാറിപ്പോ ഇംഗ്ലണ്ടിൽ നേരിട്ട് വരുന്ന വഴിയാ? No, 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 no. എനിക്ക് കുറച്ച് മലയാളം അറിയാം. ഓ, അപ്പൊ മലയാളം മതി. അതായിരിക്കും കൂടുതൽ സൗകര്യം. അച്യുതനെ കണ്ടു. എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ. എവിടെയാ നാടെന്ന് പറഞ്ഞത്? കോട്ടയം. എന്റെ മക്കൾ 3 പേർ ദുബായിലാ. അച്യുതന്റെ സ്ഥിതിയൊക്കെ അവർക്ക് നന്നായി അറിയാം. അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത്. അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല. അവന് ഇഷ്ടംപോലെ അവന് ശമ്പളം. മാസം എത്രായിരം രൂപയാണെന്നാ? ഓക്കെ, എനിക്കറിയാം. എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനായി കിട്ടണം. അതെ, പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ പണം എനിക്കൊരു പ്രശ്നമല്ല. റബ്ബറുണ്ട്, ഏലമുണ്ട്, തേങ്ങയുണ്ട്. അച്യുതൻ ചോദിച്ചാൽ 5 ലക്ഷം വേണോ 10 ലക്ഷം വേണോ, എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതായാലും അടുത്ത ആഴ്ച പറ്റ ഞാൻ അങ്ങോട്ട് വരാം. പെൺകുട്ടിയെ ഒന്ന് കണ്ട് ജാതകമൊക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ക്രാങ്ക് പൊട്ടി. ബസിന്റെ ക്രാങ്ക് പൊട്ടി, ട്രിപ്പ് മുടങ്ങി. നിനക്കൊക്കെ തോന്നുന്നു അവിടെ പൊട്ടിച്ചോ? മുതലാളി, അത് എന്താ വേണ്ട ഒരു മേർന്ന് വാങ്ങിക്കാൻ? ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. 15,000 രൂപയോ? എന്റെ ഇല്ല. ബസ് ഓണണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ടെല്ലാം കിട്ടിയിട്ടുണ്ടോ? വാങ്ങിച്ച അന്ന് പോലെ ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. 15,000 അല്ലേ വേണ്ടു. തൽക്കാലം അത് വേണമെന്നില്ല. നമ്മൾ ഈയിടെ എവിടെയോ വെച്ച് കണ്ടല്ലോ. നോ 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 നോ. കണ്ടു. ഐ ആം MK Menon, കോട്ടയം, കമ്മിങ് ഫോർ അച്യുതൻ മാരേജ് പ്രോബ്ലം. പിടി. അന്നാ ലോഡ്ജില് ഇന്നാളൊരു ദിവസം. പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല. Who is the man? Who is this man? എന്റെ ബസ് ഡ്രൈവറാ. Talking nonsense. സൂക്ഷിച്ച് സംസാരിക്കണം. കണാല, ഇത് നമ്മുടെ അച്ഛന് കല്യാണാലോചനയായിട്ട് വന്ന ഒരാളാ.
ഓഹോ, പക്ഷെ നല്ല മുഖപരിചയം. നീ അയാളല്ലേ ഇത്? അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി ആ, കം. ആ. ഉം.